തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ. നമ്മൾ വെറുത്തുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ഒരു പക്ഷിയാണല്ലോ കാക്ക. ജപ്പാനിൽ നിന്ന് പറന്നു വന്നതാണ് ആ പക്ഷിയെന്നാണ് വൈപ്പെങ്കിലും ഇന്ത്യയിലെമ്പാടും കാക്കകളുണ്ട്. ഹിമാലയൻ കാക്ക മുതൽ കേരള കാക്കകൾ വരെ. എന്നാൽ കേരളത്തിൽ കാണുന്നതുപോലെ സമൃദ്ധമായി കാക്കകളെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാനാവില്ല. കാക്ക എന്ന വാക്ക് തനി മലയാളമാണെന്ന് തോന്നിക്കുമെങ്കിലും സംഗതി ശരിയല്ല. സംസ്കൃതത്തിൽ നിന്ന് വന്നതാണത്. ആ ഭാഷയിൽ കാകമെന്നാണ് പറയുക. മലയാളത്തിലെ ആദ്യ കാവ്യമായ രാമചരിതത്തിൽ പറയുന്നത് നോക്കുക. മകരം, മയൂരം, വണ്ട്, പരുന്ത്, കാകങ്ങൾ, കാട്ടുപോത്തും. കാകം എന്ന സംസ്കൃത വാക്കിനെ മലയാളീകരിച്ചതാണ് കാകൻ. കാക്ക തന്നെയാണതും. കറുത്ത നിറമുള്ളവനെ കറുമ്പൻ എന്ന് പറയുന്നതുപോലും കാകൻ എന്ന് വിളിച്ചാണ്. കാക്കയ്ക്കു പതിതത്വമില്ലാത്തതുപോലെ കറുമ്പനും പതിതത്വമില്ലല്ലോ. പണ്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. കാക്കയെപ്പറ്റിയുള്ള പല ഭാഷകളിലെയും വാക്കുകൾ കൗതുകകരമാണ്. തമിഴിൽ കാക്കൈ, തെലുങ്കിൽ കാക്കി, കർണാടകത്തിൽ കാഗി, തുളുവിൽ കക്കെ. പല വിദേശ ഭാഷകളിലും കാക്കയ്ക്ക് അവരുടേതായ പേരുകളുണ്ട്. പലതരം കാക്കകളുണ്ട്. അന്തൻ കാക്ക, കഴുക്കാക്ക, കാട്ടുകാക്ക, തോൽമാറൻ കാക്ക, നീർക്കാക്ക, പേനക്കാക്ക, ബലിക്കാക്ക, മലങ്കാക്ക എന്നിങ്ങനെ പോകുന്നു വിവിധ തരം. പുരാണത്തിൽ കാക്കയുടെ ഉത്ഭവം പറയുന്നുണ്ട്. കശ്യപ മഹർഷിക്ക് താമ്ര എന്ന ഭാര്യയിൽ പിറന്നതാണത്രേ കാക്കകൾ. കിരാതം തുള്ളലിൽ പറയുന്നത് കേൾക്കുക. പിതൃപിണ്ഡത്തെ കൊത്തിത്തിന്മാൻ കൊതിയേറുന്നൊരു കാക്കയെ, കേൾനീ കൂരിരുൾ പോലെ കറുത്ത ശരീരം, ക്രൂരമിതയ്യോ നിന്നുടെ ശബ്ദം. കാക്കയുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെടാതെയും 100-ലേറെ വാക്കുകൾ നമ്മുടെ ശബ്ദശേഖരത്തിലുണ്ട്. എല്ലാം ഇവിടെ വിവരിക്കാനാവില്ല. അതിനാൽ കാക്കയുമായി ബന്ധമുള്ള വാക്കുകൾ മാത്രമാണിവിടെ എടുക്കുന്നത്. കാകഗുണചതുഷ്ടയം എന്ന് കേട്ടിട്ടുണ്ടോ? കാക്കയ്ക്കുള്ളതായി കരുതപ്പെടുന്ന 4 ഗുണങ്ങളാണവ. ആ സ്വഭാവവിശേഷങ്ങൾ ഇവയാണ്: ഗൂഢമായി ഇണചേരൽ, ഭാവിയിലേക്ക് കരുതിവെക്കൽ, ഉത്സാഹം, ശ്രദ്ധാപൂർവമുള്ള പ്രവൃത്തി. പട്ടികൾ ഇണചേരുന്ന കാഴ്ച എവിടെയുമുണ്ട്. എന്നാൽ കാക്കകൾ ഇണചേരുന്നത് കാണാൻ കറുത്ത വാവുവരെ കാത്തിരുന്നാലും പറ്റില്ല. കാക്കയുടെ കണ്ണിലും കൃഷ്ണമണിയുണ്ട്. അതിനു പേര് കാകഗോലം അല്ലെങ്കിൽ കാകഗോലകം. ചരിത്രമില്ലാതെ മനുഷ്യരില്ലല്ലോ. കാകചരിത്രം എന്നൊരു ചരിത്രമുണ്ട്. കാക്കയുടെ കരച്ചിൽ, ചലനം എന്നിവയെ ആധാരമാക്കി രചിച്ചിട്ടുള്ള ഒരു നിമിത്തശാസ്ത്രമാണിത്. കാകതാലീയം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. യാദൃശ്ചിക സംഭവത്തെയാണ് സംസ്കൃതത്തിൽ അങ്ങനെ പറയുന്നത്. ആകസ്മികമായി വരുന്നതിനെ അങ്ങനെ പറയും. കാക്ക പനയിൽ വന്നിരുന്നതും പനമ്പഴം വീണതും ഒരുമിച്ചായിരുന്നു എന്നതുപോലെ. പല കവികളും കാകതാലീയം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഉദാഹരിക്കുന്നു. അപൂർവം ചില ആട്ടക്കഥകളിൽ വീരരസം അഭംഗിയാണെന്ന് ഏറെക്കുറെ സമർപ്പിക്കാമെങ്കിലും അത് കേവലം കാകതാലീയമാണ്. കാക്കയുടെ ചുണ്ടുപോലെയുള്ള അഗ്രത്തോടു കൂടിയൊരമ്പുണ്ട്, കാകത്തുണ്ടം. കാകത്തുണ്ടി എന്ന പേരിൽ ഒരു തരം പിച്ചളയുണ്ട്. തക്കാട്ടി എന്നും തനി മലയാളത്തിൽ അതറിയപ്പെടുന്നു. ഈ പിച്ചളയുടെ പ്രത്യേകതയെപ്പറ്റി ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള മലയാളം ലെക്സിക്കോണിൽ ഇങ്ങനെ വിവരിക്കുന്നു. 2 വിധം പിച്ചളകളെയും തീയിൽ കാച്ചി കാടിയിൽ മുക്കിയാൽ താമ്രവർണം കാണുന്നത് രാജരീതിയും കൃഷ്ണവർണം കാണുന്നത് കാകത്തുണ്ടിയുമാകുന്നു എന്ന് കലാവിദ്യ എന്ന കൃതിയിൽ കാണുന്നു. കാകദന്തം എന്ന പ്രയോഗം നല്ല രസമുള്ളതാണ്. കാക്കപ്പല്ല് പോലെ എന്ന് പറയാറുണ്ടല്ലോ. ഇല്ലാത്ത വസ്തുവിനെയാണ് അങ്ങനെ പറയുന്നത്. എന്നും കാണുന്ന കാക്കയുടെ പല്ലെണ്ണാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇല്ലാത്തതും വേണ്ടാത്തതും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തെ കാകദന്ത ഗവേഷണം എന്ന് പറയാറുണ്ട്. നിഷ്പ്രയോജനമായ യജ്ഞം. കാക്കയുടെ പഴഞ്ചൊല്ലുകൾ രസമുണ്ട്. കാക്ക മലർന്നു പറക്കുക, അതിലൊന്നാണ്. നടക്കാത്ത കാര്യം. കാക്ക കൂടുകെട്ടും, കുയിൽ മുട്ടയിടും. കുയിലിന്റെ കൗശലത്തെ പുകഴ്ത്തുമ്പോൾ കാക്കയുടെ മണ്ടത്തനം തുറന്നു കാണിക്കുന്നതുമാണിത്. അയലറ്റ കാക്ക പോകും പോലെ. കാക്ക ചേക്കേറിയാൽ മരം കെടുത്തു. കാക്കകൾ കൂട്ടത്തോടെ ചേക്കേറിയാൽ ആ മരത്തിന്റെ കഥ കഴിഞ്ഞതു തന്നെ. കാക്കിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. മനുഷ്യർക്കില്ലാത്തതെന്നോ ഉള്ളതെന്നോ പറയുന്ന ഈ സ്വഭാവം കാക്കയ്ക്ക് പോലും ഉണ്ടെന്നാണ് ഈ പഴമൊഴിയുടെ സാരം. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴമൊഴി വർണ്ണവിവേചന സ്വഭാവമുള്ളതിനാൽ അത് പഴങ്കൊട്ടയിൽ തന്നെ കിടക്കട്ടെ എന്ന് നമുക്ക് പറയേണ്ടി വരും.
കൂടുതൽ ശബ്ദകോലാഹലത്തിന് ഇടയാക്കുന്നതിനെയാണ് കാക്കക്കൂട്ടിൽ കല്ലെറിയുക എന്ന് പറയുന്നത്. അമ്മയുടെ സഹോദരനായ അമ്മാവനെ കാക്ക എന്ന് വിളിക്കുന്ന ചില സമുദായങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ ജ്യേഷ്ഠനാണ് കാക്ക. ഇങ്ങളെന്റെ കാക്കാനെ പോലെയല്ലെന്ന് ഉമ്മാച്ചു പറയുന്നുണ്ട്. മുസ്ലിങ്ങളിൽ മുതിർന്നവരെ പൊതുവെ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരാണത്. കാക്കക്കാലിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിചിതമായവ മാത്രം നോക്കാം. കാക്കയുടെ കാലുപോലെ ഉണങ്ങി വരണ്ടു കിടക്കുന്നതിനാൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്തെ കാക്കക്കാല് എന്ന് പറയും. കട്ട കെട്ടുന്ന ഒരു രീതിക്കും അങ്ങനെ പറയും. ഭംഗിയില്ലാത്ത കൈപ്പട കുട്ടികളുണ്ടാക്കുന്ന രേഖാചിത്രങ്ങൾക്കും അതാണ് പ്രയോഗം. വിഷവൃക്ഷം എന്ന കൃതിയിലെ പ്രയോഗം നോക്കുക. ഇപ്പോൾ നിന്റെ എഴുത്ത് കാണുമ്പോൾ കാക്കക്കാൽ വടിവിൽ എഴുതിയിട്ടുള്ള എന്റെ എഴുത്തയപ്പാൻ എനിക്ക് ലജ്ജയുണ്ട്. കാക്കക്കുയിലും കാക്കക്കുറത്തിയും കവികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നല്ലോ. കാക്കക്കുയിലെ കരിങ്കുയിലെ കാലം മാറിയതറിഞ്ഞില്ലേ. കാക്കാത്തിലിയെയാണ് കാക്കക്കുറത്തി എന്ന് വിളിക്കുന്നത്. കാക്കാത്തി എന്നുമുണ്ട്. എന്നാൽ സൗന്ദര്യമില്ലാത്തവളെ വിളിക്കാനും അങ്ങനെ പ്രയോഗിക്കുന്നു. കുറവറിലെ ഒരു വിഭാഗത്തിൽപ്പെട്ടവളാണ് കാക്കക്കുറവൻ അല്ലെങ്കിൽ കാക്കാലൻ. കാക്കകളെ പിടിക്കുകയും അവയുടെ മാംസം തിന്നുകയും ചെയ്യുന്ന വിഭാഗമായതിനാലാണ് ഈ പേര് വന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാകാക്ഷി ന്യായം എന്നൊന്നിനെപ്പറ്റി കൂടി പറയാം. കാകദൃഷ്ടി എന്ന സങ്കല്പം തന്നെ വന്നതങ്ങനെയാണ്. കാക്ക ഒരു വശം കാണുമ്പോൾ മറ്റേ വശം കാണുന്നില്ല. അതുപോലെ മറ്റൊന്നിലും ശ്രദ്ധിക്കാത്ത നിലയിൽ ഒന്നിൽ മനസ്സിരുത്തുക എന്നതിനും ഈ ന്യായം ഉപയോഗിക്കാം. കാക്കയ്ക്ക് 2 കണ്ണുണ്ടെങ്കിലും ദൃഷ്ടി ഒന്നേയുള്ളൂ എന്നതാണ് സങ്കല്പം. ആവശ്യത്തിനനുസരിച്ച് അക്ഷിഗോളം മാറ്റുകയാണ് കാക്ക ചെയ്യുന്നത്. കാകദൃഷ്ടി പരിചിതമായ പദമാണല്ലോ. കാക്കക്കണ്ണ് കോങ്കണ്ണാണ്. ചരിഞ്ഞുള്ള നോട്ടം. നേരെ നോക്കിയാൽ കാണാത്ത പലതും ചരിഞ്ഞു നോക്കിയാൽ കാണും. കേരളത്തിൽ എന്നും ചരിഞ്ഞു നോക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റുണ്ട്, ഗോപികൃഷ്ണൻ. മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ്. പത്രത്തിലെ പോക്കറ്റ് കാർട്ടൂണിന്റെ പേര് തന്നെ കാകദൃഷ്ടി എന്നാണ്. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെവിടെ എന്ന പാട്ട് കേൾക്കാത്തവരില്ലല്ലോ. കാക്കയ്ക്ക് റാണി എന്ന നിലയിൽ കാക്കക്രാണി എന്ന പ്രയോഗവുമുണ്ട്. കാക്കയേക്കാൾ ചെറുതും കാക്കയെ ഞോടുന്നതുമായ ഒരു ജാതി കറുത്ത പക്ഷിയെയാണ് കാക്കത്തമ്പുരാട്ടി എന്ന് വിളിക്കുന്നത്. ആനറാഞ്ചി എന്നും പേരുണ്ട്. കാക്കത്തമ്പുരാട്ടി കുയിൽ എന്നൊരു കുയിൽ വർഗവുമുണ്ട്. കാക്കത്തമ്പുരാൻ എന്നൊരിനം പക്ഷിയുമുണ്ട്. ആനറാഞ്ചിയേക്കാൾ ചെറുതാണിത്. കാക്കത്താടവ്, കാക്കത്താലി, കാക്കത്തലച്ചി, കാക്കത്തുടലി, കാക്കത്തുമ്പ, കാക്കത്തൊണ്ടി, കാക്കച്ചുള്ളി തുടങ്ങിയ പല വാക്കുകളും കാക്കയോട് കടപ്പെട്ടിരിക്കുന്നു. കാക്കച്ചുവട എന്നൊരു പയറ്റുമുറയുണ്ട്. പെട്ടെന്ന് മേലോട്ട് പൊന്തുകയും ഉടനെ താഴുകയും അതോടുകൂടി വെട്ടുകയും ചെയ്യുന്ന ഒരടവ്. വടക്കൻ പാട്ടിൽ അപ്പോളെ തച്ചോളി കുഞ്ഞുദേനൻ കാക്കച്ചുവടുകൾ എടുത്തുകൊണ്ടിട്ട് എന്ന് പാടുന്നുണ്ട്. 900 എന്നൊരു കണക്കുണ്ടോ? ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ശൈലിയാണ്. അസംഖ്യം, നിരവധി, എണ്ണമറ്റത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പുള്ളുവൻ പാട്ടിൽ പാടുന്നുണ്ടല്ലോ, കാക്ക 900 മുട്ടയും ഇട്ടു, 400,000 കുഞ്ചു വിരിയുന്നു എന്ന്. സേവ പിടിക്കുന്നതിനെയാണ് കാക്ക പിടിക്കുക എന്ന് പറയുന്നത്. ഇതിന് കാക്കയുമായി ബന്ധമില്ല. കാൽ പിടിക്കുക എന്നത് ലോപിച്ചുണ്ടായതാണ് കാക്ക പിടിക്കുക. കാക്കപ്പാതി എന്നത് കാക്ക മുതലായ പക്ഷികൾ കൊത്തിത്തിന്ന ശേഷമുള്ള പാതി പഴങ്ങളെ പറയുന്നതാണ്. കൊത്താപ്പാതി എന്നും പറയും. ചെറിയ കറുത്ത മറുകാണ് കാക്കപ്പുള്ളി. സ്വർണ്ണ നിറത്തിലുള്ള ഒരിനം വർണ്ണത്തകിടിന് കാക്കപ്പൊന്ന് എന്ന് പറയും. പകിട്ടുള്ളതെങ്കിലും വില കുറഞ്ഞ വസ്തുവിനെ അങ്ങനെ വിശേഷിപ്പിക്കും. കാക്കത്തമ്പുരാട്ടി കറുത്ത